ജഡ്ജസ് നമ്മൾ കാര്യമായിട്ടൊന്ന് ആരോഗ്യമൊക്കെ നോക്കേണ്ടിയിരിക്കുന്നു. ശരിയത് അല്ലേ? നമുക്കൊന്ന് ജിമ്മ് വരെ പോയിട്ട് വന്നാലോ? അപ്പൊ അടുത്തത് ജിമ്മിൽ നടക്കുന്ന ഒരു സ്കിറ്റുമായി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു ഒരു ഗംഭീര ഫാമിലി. നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫാമിലിയാണ്. കൂടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, ഒരു വലിയ ആർട്ടിസ്റ്റിനെയും കൂടെ ആണ് അവർ കൊണ്ടുവരുന്നത്. അതെ അതെ. അപ്പൊ എന്തായാലും ഞാൻ വിളിക്കട്ടെ, നമ്മുടെ രാജ് ഫാമിലിയാണ്. ലെറ്റ്സ് വെൽക്കം സൻരാജ്, സതുൽ രാജ് ആൻഡ് ഷിജില രാജ്. കൂടെ ആ വലിയ വേറെ ഹലോ, എന്ത് ജിമ്മിപ്പട്ടി കടിച്ചുന്നോ? അല്ല, അതിന് ഇന്നെ വിളിക്കണതിനാ? അല്ലല്ലല്ലല്ല, ഞാൻ ജിമ്മിയുടെ മാസ്റ്റർ അല്ല, ജിമ്മിലെ മാസ്റ്റർ. അതെ അതെ അതെ, ജിമ്മിലെ മാസ്റ്റർ, അതാണ് ഞാൻ. നമ്പർ തെറ്റിപ്പോയില്ലേ? തോന്നി. ഓക്കെ, ഓരോരുത്തന്മാര് വിളിച്ചോളൂ രാവിലെ തന്നെ. എടാ, ഇതേതാ ഞാൻ പഠിപ്പിച്ചു തരാത്ത പുതിയൊരു വർക്കൗട്ട്? ഞാൻ ഈ കുപ്പീന്റെ മൂടി തുറക്കാൻ നോക്കിയതല്ലേ, കിട്ടണില്ല. എടാ, നമ്മള് ജിമ്മന്മാര് എന്തൊരു പണി ചെയ്യുമ്പോഴും അതിൻ്റെതായ പ്രൊസീജിയർ ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ കുപ്പിയുടെ മൂടി തുറക്കാൻ ഉള്ള പ്രൊസീജിയർ എന്താ ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മള് ഇൻഹേൽ, പിന്നെ എക്സ്ഹേൽ, അതിനുശേഷം 1 2 1 2, പിന്നെ 1 2 1 2, പിന്നെ പൊന്നി മാസ്റ്ററെ, മുല്ലപ്പേര് ഡാം തുറക്കാനല്ല, ആ ചെറിയ കുപ്പിന്റെ മൂടി തുറക്കാനാണ്. അത് പിന്നെ വേണമെങ്കിൽ ഇങ്ങനെ ചെറുത് ഇങ്ങനെ തുറക്കും ചെയ്യാം. മാസ്റ്ററെ, ഞാൻ 4 ദിവസമായി ജിമ്മിൽ ജോയിൻ ചെയ്യാൻ തുടങ്ങിയിട്ട്, പക്ഷെ അതിനുള്ള റിസൾട്ട് ഒന്നും കാണുന്നില്ലല്ലോ. 4 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടാനേ ഇവിടെ കൊല വെട്ടി പഴുപ്പിക്കാൻ വെക്കല്ല. എടാ, ഇത് ജിമ്മാണ്, ഇവിടെ വർക്കൗട്ട് ചെയ്യണം. കഠിനമായി അധ്വാനിച്ചാലേ അതിന്റെ റിസൾട്ട് കിട്ടൂ. അത് ശരി. അപ്പൊ മാസം മാസം പൈസ അങ്ങോട്ട് തരും വേണം, എന്നിട്ട് പണി മൊത്തം ഞാൻ എടുക്കേ? ഇത് അവിടുത്തെ രീതിയാ? എടാ, അത് ജിമ്മിൽ അങ്ങനല്ല ഇതിന്റെ സിസ്റ്റം. നമ്മള് വർക്കൗട്ട് ചെയ്താലേ അതിന്റെ ഫലം കിട്ടുള്ളൂ. എടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ ഇവിടെ ജോയിൻ ചെയ്ത അന്ന് മുതല് കുറെ നേരത്തെ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഒരുപാട് വൈകിട്ടാണ് ഇവിടുന്ന് പോണതും. അതെന്താ കാരണം? ആത്മാർത്ഥത, ജിമ്മിനോടുള്ള ആത്മാർത്ഥത. അല്ലാതെ ഈ ചൂടത്ത് AC-യിൽ നിൽക്കാനുള്ള എന്റെ ഐഡിയ അല്ല. അല്ല, നിങ്ങൾ ചെലവ് ചെയ്യണോ? ഞാൻ എന്തിനാ ചെലവ് ചെയ്യണേ? ഞാൻ കണ്ട് നിങ്ങൾ ഇന്നലെ ഉണ്ണിക്കോരന്റെ പുറത്ത് കയറി ടൗണിലൂടെ കറങ്ങണേ. ഉണ്ണിക്കോരന്റെ പുറത്ത് ഞാൻ കേറിയെന്നോ? എടാ, ആരത് ഉണ്ണിക്കോരൻ? ആളല്ല, നിങ്ങൾ പുതിയ വാങ്ങിയ ബൈക്ക് ഉണ്ണിക്കോരൻ. യൂണിക്കോൺ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ചെലവ് ചെയ്യണം. എടാ, അതിനൊന്നും ചെലവ് ചെയ്യാൻ പറ്റൂല, അത് ഞാൻ അടവിന് കൊടുത്ത ബൈക്കല്ല. ആ അടവൊക്കെ നിങ്ങളെ കയ്യിലിരിക്കട്ടെ. അതല്ലാന്ന് മാസ തിരിച്ചടവിന്റെ കാര്യം പറഞ്ഞാ, ഞാൻ EMI-ക്ക് എടുത്ത ബൈക്കാണ് അത്. എന്തിനാണ് മാസ്റ്റർ ഇങ്ങനെ എച്ചിത്തരം പറയണേ? ഒന്നില്ലെങ്കിലും നിങ്ങളൊരു അമ്നേഷ്യത്തിന്റെ ഓണർ അല്ലേ? അമ്നേഷ്യം അല്ല, മഗ്നീഷ്യ, ജിംനേഷ്യം. ആ സാധനത്തിന്റെ ഓണർ അല്ലേ? എടാ, ജിമ്മിന്റെ ഓണറാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇത്രയും കാലമായിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള യോഗയ്ക്ക് ഉണ്ടായില്ല. അല്ല, കഞ്ഞിക്കയിൽ ഇപ്പൊ എന്തത്ര കാണാനുള്ള? കഞ്ഞിക്കയിലാണോ ഞാൻ പറഞ്ഞത്? എടാ, കുഞ്ഞിക്കാല് എന്റെ കല്യാണത്തിന് വരെ കഴിഞ്ഞില്ല, എനിക്ക് അറിയണല്ല കാര്യം. അല്ല, അപ്പൊ ഇന്നലെ പോയത് എന്തായി? അത് ചീറ്റിപ്പോയി. അതെന്താന്ന് വെച്ചാല്, ഞാനും ആ പെണ്ണും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഇന്നെ പറ്റി ഒരു മതിപ്പുണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ജിമ്മിനെ പറ്റിയും പിന്നെ ഇവിടുത്തെ വർക്കൗട്ടിനെ പറ്റിയും ഇവിടുത്തെ സാധനങ്ങളെ പറ്റിയൊക്കെ ഞാൻ വാചാലായിട്ടാണ് സംസാരിച്ച് സ്പോട്ടിലുള്ളിനെ റിജക്ട് ചെയ്ത്. അതെന്തേ? ഓക്ക് ജിമ്മിനെ പറ്റി നല്ല അറിവുണ്ട്. ഇന്റെ സങ്കടം അതല്ല, എന്താണെന്നറിയോ? കൂലിപ്പണി എടുക്കണേ എന്റെ കല്യാണം കഴിഞ്ഞ് 3 കുട്ടികളായി, പക്ഷെ സ്വന്തമായിട്ടൊരു ജിമ്മുള്ള എനിക്കിതുവരെ പെണ്ണ് സെറ്റായിട്ടില്ല. മാസ്റ്ററെ, എന്താന്നറിയോ? ഇക്ക് സ്വന്തമായിട്ട് ജിമ്മില്ല, പക്ഷെ എനിക്ക് കൂലിപ്പണി എടുക്കാറിയാ. ഇങ്ങക്ക് സ്വന്തമായിട്ട് ജിമ്മുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഒരു പണി എടുക്കാറില്ല. മാസ്റ്റർ നെഞ്ചത്ത് കയറി വർക്കൗട്ട് ചെയ്യല്ലേ? അത് പറഞ്ഞപ്പോളാ ഈ 6 പാക്ക് ഉണ്ടാവാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? ആദ്യം സ്വന്തമായിട്ടൊരു വയറുണ്ടാക്ക്, 6 പാക്കിന്റെ കാര്യം എന്നിട്ട് ആലോചിക്കാം. എടാ, പോയിട്ടേ ആ ഡംബൽസ് എടുത്ത് വർക്കൗട്ട് ചെയ്യ്. അല്ല, ഡംബൽ എന്താ? എന്റെ ദൈവങ്ങളെ, ആ കാണുന്ന സാധനല്ലേ, അതെടുത്ത് കയ്യിന് കളിക്കുന്നു. അല്ല മാസ്റ്റർ, ഇതിന്റെ വടി എവിടെ? ഡംബൽസിനെന്ത് വടി? അല്ല, അപ്പൊ ഉരുട്ടി കളിക്കണ്ടേ? എടാ, ഇത് ഉരുട്ടി കളിക്കാനുള്ള സാധനമാണോ? എടാ, ഇത് ഡംബൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയ്യിന് കളിക്കാനുള്ളതല്ലേ. ഇവനെ കൊണ്ടൊക്കെ ഞാൻ എങ്ങനെ ട്രെയിൻ ചെയ്യിക്കാനാണ്? ഇതെന്താണ് അവിടെ ഒരു സഞ്ചി കൊണ്ടുവച്ചിട്ട് എന്റേതാണോ? ആ, അതിൻ്റെതാ. ഭാര്യ അരി പഠിപ്പിക്കാൻ തന്നതാ. ഏതായാലും ഇപ്പൊ ഇവിടെ അതിനുള്ള സൗകര്യം ഉണ്ടല്ലോ. ഇവിടെ അരി പൊടിപ്പിക്കാൻ എന്ത് സൗകര്യ? അല്ല, നിങ്ങളല്ലേ പറഞ്ഞ ഇവിടെ എന്തോ മില്ലെന്തോ ഉണ്ട്. എടാ, അത് ട്രെഡ്മില്ല്, അരി പൊടിപ്പിക്കാനുള്ളതല്ല, അത് നമ്മള് മൊത്തം ബോഡിക്ക് കളിക്കാനുള്ള സാധനമാണത്. ഇവിടെ കളി മാത്രമേ ഉള്ളൂ, കാര്യമായിട്ടൊന്നും ഇല്ലേ? കാര്യമായിട്ടൊരു സാധനം ഉണ്ട്. ഇങ്ങോട്ട് വാ, ഈ സാധനം എടുത്ത് പൊക്ക്. ഇത്ര കാര്യം വേണ്ടില്ലേന്ന്? എടാ, ഇത് ഇങ്ങനെയാണത് പൊക്കണ്ടേ?
എടാ ഈ സാധനം പൊക്കണേനെ ഒരു പ്രൊസീജിയർ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മള് ആദ്യം ശ്വാസം ഉള്ളിലേക്ക് വലിക്കണം, എന്നിട്ട് ഒരു സൈഡിലല്ല 2 സൈഡിൽ പിടിക്കണം, എന്നിട്ട് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് മാസ്റ്ററെ വിട്ടേക്ക്, ഇല്ലെങ്കിൽ ഉള്ളിക്കെടുത്ത ശ്വാസം പുറത്തേക്ക് പോകില്ല. മാസ്റ്ററെ പൊങ്ങണില്ലേന്നോ? പൊങ്ങാനിട്ടല്ല, എടാ മറ്റ് സാധാരണ ജിമ്മുകളിലെ പോലെ അല്ല ഞാൻ ഇവിടെ വർക്കൗട്ട് പഠിപ്പിക്കുന്നത്. ഇവിടെ ഓരോ വർക്കൗട്ടും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഞാൻ പഠിപ്പിക്കുക. ഇത്രയും നേരം ഞാൻ ചെയ്ത് കണ്ടില്ലേ, അപ്പൊ ആദ്യം അത് ചെയ്ത് പഠിക്ക്. പൊന്തിക്കുന്നത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിച്ചുതരാം. എക്സ്ക്യൂസ് മീ, അല്ലല്ല ബാബു അല്ല, ഞാൻ സത്യൻ. അയ്യോ ഞാൻ വാന്ന് പറഞ്ഞതാ. എന്തെങ്ങനെ ഒറ്റ കൈയോട് പൊന്തിക്കാൻ സാധിക്കണേ? ഏത് ഇതൊക്കെ എന്ത് എക്സലന്റ്, ഇത് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. എനിക്കും. അതെ ഇതൊക്കെ വരെ ഞാനല്ല പഠിപ്പിച്ചെടുത്തത്, ഞാനാണ് ഈ ജിമ്മിലെ മാസ്റ്റർ. ആണോ? യെസ് ഓഫ് കോഴ്സ്. അമേസിംഗ് മാസ്റ്റർ, അമേസിംഗ്, വെരി വെരി അമേസിംഗ്. അതിന്റെ ഇടയിൽ നീ എന്തിനാ എന്നെ കയറി കെട്ടിപ്പിടിച്ച്? നിങ്ങൾക്ക് എന്തിന്റെ സൂക്കടാണ്? ആ പെണ്ണുമ്പളെ കെട്ടിപ്പിടിക്കാൻ വേണ്ടിട്ടല്ലേ നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞേ? അവൾ ഇന്നെ കെട്ടിപ്പിടിച്ച നിനക്കെന്താ? എടാ കല്യാണം കഴിഞ്ഞ ഒരാളായിട്ട് ആ പെണ്ണിനെ കെട്ടിപ്പിടിച്ചില്ലേ? എന്തെങ്കിലും തമ്മിലൊരു സ്വകാര്യം. അതായത് ഇവന്റെ ഭാര്യ ഇവനോട് ഒരു സാരി വാങ്ങിക്കൊണ്ട് ചെല്ലണം എന്ന് പറഞ്ഞ്, അപ്പൊ അത് ഏത് കളറിൽ വേണമെന്നുള്ളത് ഞാനും അവനും കൂടി ഡിസ്കസ് ചെയ്തെന്നുള്ളൂ. ഇയാളെ കല്യാണം കഴിഞ്ഞാണോ? അല്ല അങ്ങനൊന്നുമില്ല, ഇങ്ങനെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ. ചെറുതായിട്ടോ? ഇവൻ കല്യാണം കഴിച്ചവന് 3 കുട്ടികളുണ്ട്. പക്ഷേ ഞാൻ അവിഹിതമാണ്. അങ്ങനല്ല, ഈ കല്യാണം കഴിക്കാത്ത ആളെന്താ പറയല്? നിങ്ങൾ ഒന്നും പറയണ്ട, അല്ല അല്ല നോ മാഡം, ഞാൻ അന്യ സ്ത്രീകളുടെ മുഖത്ത് നോക്കാറില്ല. നിങ്ങളെ പറ്റി അങ്ങനെ ഒരു പരാതി നാട്ടിലുണ്ട്. അതെ, ഞാൻ അഡ്മിഷന്റെ കാര്യത്തിന് വേണ്ടി വന്നതാ. അതിനെന്താ, സിമ്പിൾ പരിപാടിയല്ലേ, നമുക്ക് റെഡിയാക്കാലോ. ഹലോ ഹലോ ഹലോ, ഈ ജിമ്മിന്റെ ഓണർ ആരാ? ജിമ്മിന്റെ മുതലാളി. അതെ, ആ ജിമ്മിന്റെ ആ മുതലാളി ആരാണ്? ജിമ്മിന്റെ ഓണർ. എന്നാലും ജിന്റെ പേര് പറയില്ല. അതെ, ഞാൻ ഈ ജിമ്മിലെ ട്രെയിനർ മാത്രല്ല ഇതിന്റെ ഓണറും കൂടിയാണ്. അപ്പൊ ഇവിടെ അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ ഞാനാണ് ചെയ്യുന്നത്. ഓക്കെ, ബൈ ദ വൈ, നീ പോയി ഒരു ജ്യൂസ് വാങ്ങി വന്നേ. ഞാനോ? അല്ല പിന്നെ ഞാൻ പോവോ? എടാ പോയി ജ്യൂസ് വാങ്ങി വേണം മാഡത്തിന്, പോ. പിന്നെ ആ റോഡിന്റെ അപ്പുറത്തെ സൈഡുള്ള കടയിൽ നിന്ന് വാങ്ങിയാൽ മതി. നിങ്ങളെന്താ നോക്കണേ? അല്ല എനക്ക് ചിറകിട്ടോ നോക്കിയതാ, ഇജ്ജ് പറന്നാണോ പോയി ഇങ്ങോട്ട് വന്നത്? മാഡത്തിന് വെയിറ്റ് ചെയ്യണ്ടല്ലോ എന്ന് കരുതി. അതല്ല, ഇതെന്താ ഈ ട്രെയിനിന്റെ ചങ്ങലൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ട്? അയ്യോ, അത് ട്രെയിനിന്റെ ചങ്ങലല്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒന്നെങ്കിൽ ജിമ്മിന് പുറത്ത് അല്ലെങ്കിൽ മാസ്റ്റർ നെഞ്ചത്ത്. നീ ആ സാധനമാണിത്, നെഞ്ചത്ത്. നെഞ്ചത്താണത്? അല്ല, കവളത്ത്. മൂക്കത്താ? എടാ നെഞ്ചക്ക്. അതെന്താ അറിയാം മാഡം, ഞാൻ ഈ ജിമ്മിന്റെ ഓണറും ട്രെയിനറും മാത്രല്ല, നാട്ടുകാരോടൊക്കെ ചോദിച്ചാൽ അറിയാം ഞാനൊരു ആഭാസനും കൂടിയാണ്. അതല്ല, ഞാനൊരു അഭ്യാസി കൂടിയാണ്. എന്തൊക്കെ അഭ്യാസം കാട്ടിട്ടാ മൂപ്പര് ഇവിടെ പിടിച്ചിക്കണേന്ന് അറിയോ? ഈ ചെയ് അല്ല, ഡയലോഗ് അടി നിർത്ത, ഒരു കാര്യം ചെയ്യ്, പോയി 20 പുഷപ്പ് എടുത്തുവാ. അല്ല, നിങ്ങൾക്ക് ഇതിനിപ്പോ പുഷ്പം? അത് 20 എണ്ണം. പുഷ്പം എടുത്തു വരാനാണോ ഞാൻ പറഞ്ഞത്? 20 പുഷപ്പ് അടിക്കുന്നു, പോ. പുഷപ്പ് കണ്ടുപിടിച്ചാണൊക്കെ എന്റെ കൈ കിട്ടിയാല്. ഇന്നെ ഭയങ്കര പേടിയാ. ഇതെന്താ ഇങ്ങോട്ട് തിരിഞ്ഞിക്കണേ, അങ്ങോട്ട് തിരിഞ്ഞിക്കണ. പിന്നെ ഞാൻ പേര് ചോദിക്കാൻ മറന്നുപോയി. ഞാനും മറന്നു. എന്താ പേര്? പേര് ഞാൻ ചോദിച്ചോളാം, പോയി പുഷപ്പ് അടിയടാ. എന്തായിരുന്നു പേര്? എന്റെ പേര് ഷീല. ഞാൻ സത്യൻ. ചെമ്മീൻ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞങ്ങളിപ്പോ ഒരു ഉണക്കച്ചെമ്മീൻ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഷീല, ഷീലയുടെ നാളെ ഏതാണ്? നാളൊക്കെ ആവശ്യമുണ്ടോ? അല്ല അങ്ങനെയല്ല, പേരും നാളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ ഭാവിയിൽ ഷീലക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഞാൻ നോക്കി പറയും. ഞാൻ ഈ ലക്ഷണങ്ങൾ നോക്കി പറയുന്ന ഒരാളും കൂടിയാണ്. ഇതൊന്നും അത്ര നല്ല ലക്ഷണമല്ല. പുഷപ്പടിക്കാനല്ലേ ഞാൻ അടിച്ചോണ്ട്, നിങ്ങൾ 5-6 അടിച്ചോളി. മാസ്റ്ററെ, അപ്പൊ നാളെ മുതൽ വർക്കൗട്ട് തുടങ്ങിയാലോ? അയ്യോ ഷീല, നാളെ പറ്റൂല കേട്ടോ. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് രാവിലെ വില്ലേജ് ഓഫീസ് വരെ ഒന്ന് പോണം, 1-2 കാര്യങ്ങൾ സാധിക്കാണ്ട്. അല്ല, നിങ്ങൾ 1-2 സാധിക്കാൻ വില്ലേജ് ഓഫീസിലേക്ക് പോവല്? 1-2 അല്ല, 1-2 കാര്യങ്ങൾ പോണ്ട്. അപ്പോ ഷീല, ഈ ബിൽഡിങ്ങും
എന്റേതാണ്, അതായത് ഞാനാണ് ബിൽഡിങ്ങിന്റെ ഓണർ. അതിന് അതിനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അഡ്മിഷൻ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് തരണം. ഇതിനു വേണ്ടിയിട്ടാടാ ഞാൻ ഇത്രയും കാലം കാത്തു. കൈ പിടിച്ച് തിരിക്കാനോ? അയ്യോ സോറി. പിന്നെ ഷീല, ഇന്ന് ജോയിൻ ചെയ്യണത് കൊണ്ട് എന്റെ വക ഞാനൊരു ഓഫർ തരാം. 1 മാസത്തെ ഫീസ് ഷീലയ്ക്ക് എന്റെ വക ഫ്രീ. ഓ താങ്ക് യു മാസ്റ്റർ. പിന്നെ ഷീലയുടെ മൊബൈൽ നമ്പർ 9 തുടങ്ങുന്നതെങ്കിൽ എന്റെ വക 2 മാസത്തെ ഫീസ് ഫ്രീ. താങ്ക് യു മാസ്റ്റർ, താങ്ക് യു സോ മച്ച്. പിന്നെ മലയാളത്തിൽ ഈ ഫോം ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഞാൻ വേറൊരു ഓഫറും കൂടി തരാം. മലയാളത്തിന് ഇത്ര പ്രത്യേകത ഉണ്ടോ? ഷീല, നമ്മൾ മലയാളികളല്ലേ, മലയാളം നമ്മുടെ മാതൃഭാഷയല്ലേ. എന്നാലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ള കാര്യം സമ്മതിക്കരുത്. എടാ, എനിക്ക് ഇംഗ്ലീഷ് എഴുതാൻ അറിയില്ലെങ്കിൽ എനിക്ക് കണ്ടാലൊക്കെ മനസ്സിലാവും. അതിപ്പോ ആർക്കും അറിയില്ല ഇംഗ്ലീഷ് എഴുതി കണ്ടാല്. ഷീല, മലയാളത്തിൽ ഈ ഫോം ഫില്ല് ചെയ്യണമെങ്കിൽ എന്റെ വക ഷീലയ്ക്ക് 3 മാസത്തെ ഫീസ് തികച്ചും ഫ്രീ. ഓ താങ്ക് യു സോ മച്ച് സർ. പൊന്നു മാസ്റ്റർ, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചൂടെ? എന്ത്? നിങ്ങളെ കെട്ടിപ്പിടിക്കണെങ്കിൽ എത്ര മാസത്തെ ഫീസ് അളവ് തരണമെന്ന്? അല്ല പിന്നെ ഞാൻ ഇവിടെ വന്ന് ചേരുമ്പോ എന്റെ കയ്യിൽ നിന്ന് 1 മാസത്തെ ഫീസ് അഡ്വാൻസ് ആയി വാങ്ങിച്ച ആളാണിത്. ഞാനാണ് ഓണർ എന്തിന്റെ? ഈ ജിമ്മിന്റെ. അപ്പൊ ഇഷ്ടമുള്ള മാതിരി ഞാൻ ചെയ്യും. അല്ല പിന്നെ ഷീല, നമ്മൾ ഇത്രയും അടുത്ത സ്ഥിതിക്ക് എന്ത്? അല്ല, ഞാൻ അവിടുന്ന് ഇത്രയും അടുത്തേക്ക് വന്നത് എന്തിനാച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വക ഒരു ഓഫറും കൂടി ഞാൻ തരാം. ഷീലയ്ക്ക് 6 മാസത്തെ പ്രോട്ടീൻ പൗഡർ തികച്ചും ഫ്രീ. ഗോഡ്, താങ്ക് യു മാസ്റ്റർ, താങ്ക് യു സോ മച്ച്. ബാക്കിയുള്ള ഇവിടെ വന്ന് ചേരുമ്പോ മുഖത്തിനുള്ള പൗഡർ കൂടി തരില്ല. ഇതാ പ്രോട്ടീൻ പൗഡർ, അത് 6 മാസം. ഞാനാണ് ഓണർ എന്തിന്റെ? ഈ ജിമ്മിന്റെ. അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. അല്ല ഷീല, ഇതിൽ ഈ പേരിന്റെ കോളത്തില് അക്ഷരം തെറ്റാണല്ലോ. ശിവ എന്നാണ് എഴുതിയത്. അയ്യോ, ശിവയ്ക്ക് വേണ്ടിട്ട് അഡ്മിഷൻ. ശിവരാ ഞങ്ങൾ അനിത്യ? അല്ല, എന്റെ ബെസ്റ്റിയാ. ആ ബെസ്റ്റ്. ഞങ്ങളെ ലിവിങ് ടുഗദറാ. സ്വാഭാവികം. അത് ഈയിടെയായിട്ടൊരു ആഗ്രഹം, ബോഡിക്ക് ഒന്ന് സെറ്റ് ആക്കണം. എനിവേ, ആളെ കണ്ടിട്ടില്ലല്ലോ. ശിവ, കം ഇൻ. എങ്ങനെയുണ്ട് ഞങ്ങളെ ജോഡി? ഒന്ന് പോടി. നല്ല ജോഡി, നല്ല ജോഡി. ഇല്ല മാസ്റ്ററെ? ശിവ, ഇന്ന് ജോയിൻ ചെയ്ത് നമ്മുടെ ഭാഗ്യം. 3 മാസത്തെ ഫീസും 6 മാസത്തെ പ്രോട്ടീൻ പൗഡറാണ് നമുക്ക് മാസ്റ്റർ ഫ്രീ ആയിട്ട് തരുന്നത്. പ്രോട്ടീൻ പൗഡർ മാസ്റ്ററെ, നിങ്ങൾ കൊടുത്തതല്ല, നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയതാണ് ഏറ്റവും വലിയ ഓഫർ. അതെന്താ? നിങ്ങൾ ആഗ്രഹം പോലെ എളിയിലൊരു കുഞ്ഞിക്കാല് കേറിയില്ലേ? സാധാരണയായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു വീട്ടില് 2 പേര് അല്ലെങ്കിൽ ഒരാളൊക്കെ ആയിരിക്കും നല്ല ആർട്ടിസ്റ്റുകളായിട്ട് ഉണ്ടാവുക. പക്ഷെ ഇതൊരു കുടുംബത്തിലെ എല്ലാവരും ഗംഭീര ആർട്ടിസ്റ്റുകളാണ്. നമുക്ക് നേരെ നമ്മുടെ കാര്യക്കാരോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ സ്കിറ്റ് എന്ന്. സ്റ്റാർട്ടിങ് വിത്ത് അസീസിക്ക. പൊളി, ഭയങ്കര രസമായിരുന്നു. കാരണം നിങ്ങൾ കൗണ്ടർ അടിച്ചിട്ടുള്ള നിങ്ങളുടെ റിയാക്ഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും ബാക്ക്ഗ്രൗണ്ട് എന്താ മിമിക്രി അങ്ങനെ എന്തെങ്കിലും പരിപാടി? ഞാൻ അങ്ങനെയല്ല, ഞാൻ സ്റ്റേജിൽ കയറാൻ അവസരം കിട്ടിയ ഞാൻ എന്തും ചെയ്യലുണ്ട്. ഇങ്ങനെ അവസരം കിട്ടിയാൽ ചെയ്താൽ മറ്റുള്ളവരുടെ കഞ്ഞി പോയി. ഗംഭീര ആക്ടറാണ് കേട്ടോ നിങ്ങൾ, ഭയങ്കര രസമുണ്ട്. അതുപോലെ മോനും ഒരു രക്ഷയില്ല. നീ ഭാവിയിലൊരു കിടിലൊരു ആക്ടർ ആവാൻ സാധ്യത തെളിഞ്ഞു വരുന്നു. സതുൽ രാജ് ഒരു രക്ഷയില്ല. പിന്നെ ക്യാമിയോ റോൾ ഏതാ? കുഞ്ഞിയുടെ പേരെന്താ? കുഞ്ഞിന്റെ പേര് സജുൽ രാജ്. അതുപോലെ ഭാര്യ അല്ലേ? ക്യൂട്ട് ഫാമിലി. എല്ലാ പരിപാടിയും ഗംഭീരമായിട്ടുണ്ട്, ഒരു രക്ഷയില്ലായിരുന്നു. എന്താ ഭാര്യ അടിപൊളി, നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സ്കിറ്റ്. കൗണ്ടറുകളായിരുന്നാലും ഒരു പുതുമ ഉണ്ടായിരുന്നു. ഒരിക്കലും നമ്മളെ പഴയ കൗണ്ടറുകൾ ഒന്നും ഇതിനകത്ത് വന്നിട്ട് ഞാൻ കണ്ടില്ല. പുതുമകളുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾ 4 പേരുടെ ആക്ടിങ്ങും അടിപൊളിയായിരുന്നു. എനിക്ക് സ്കിറ്റ് ഞാൻ നല്ല എൻജോയ്മെന്റ് ചെയ്തു. അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ അവനെക്കുറിച്ചേ പറയുള്ളൂ. അവൻ ഗംഭീര ആർട്ടിസ്റ്റായിട്ട് വരികയാണ്. കാര്യം നിങ്ങൾ വിരലെണ്ണാവുന്ന എപ്പിസോഡുകളെ ഇവിടെ ചെയ്തിട്ടുള്ളൂ. മൊത്തത്തിൽ കൂട്ടി വന്നിട്ട് 5-6 എണ്ണത്തിൽ കൂടുതലായിട്ടില്ല അല്ലേ? ഇത് 5ാമത്തത്. 5 എണ്ണേ ആയിട്ടുള്ളൂ. പക്ഷേ ഈ 5 എണ്ണത്തിലും 5 വ്യത്യസ്തമായ അഭിനയമാണ് അവൻ്റെ മോൻ്റെ. ഈ സതുൽ രാജ് ഈ വർഷത്തെ ടോപ്പ് ലെവൽ ഒരു ആർട്ടിസ്റ്റ് ആകും നമ്മുടെ ഈ വേദിയിലെ. അത് ഉറപ്പായ കാര്യമാണ്. കാര്യം അവൻ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സമയം പോലും വേസ്റ്റ് ആക്കിയിട്ടില്ല. എന്തെങ്കിലും ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും. ഫില്ല് ചെയ്തിട്ട് കൗണ്ടർ കൊടുക്കേണ്ട സമയത്ത് ആ ടൈമിങ്ങിന് തിരിഞ്ഞ് കൗണ്ടർ അവിടെ അടിച്ചിരിക്കും. അതൊരു ആർട്ടിസ്റ്റിൻ്റെ ഇത്രയും പ്രായത്തിൽ അതുണ്ടാകുക എന്ന് പറയുന്നത് വലിയ കഴിവ് തന്നെയാണ്.
പിന്നെ എന്താണ് ജിംനാസ്റ്റിക്കിൻ്റെ ഒരുപാട് നമ്മുടെ ജിമ്മിൻ്റെ എപ്പിസോഡുകൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തൊന്നും ഒരിടത്തും മുമ്പ് അടിച്ചു പോയിട്ടുള്ള ഒരു കൗണ്ടർ പോലും നിങ്ങളിവിടെ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇതെല്ലാം നിങ്ങൾ പുതിയതായിട്ട് തപ്പിയെടുത്ത കൗണ്ടറുകളാണ്. എല്ലാം നമ്മുടെ ലോജിക്ക് അനുസരിച്ചിട്ടുള്ള, അതായത് സിറ്റുവേഷന് അനുസരിച്ചിട്ടുള്ള കൗണ്ടറുകളാണ് മൊത്തം അടിച്ചിരിക്കുന്നത്. 3 പേരും ഗംഭീരമായിരുന്നു. അഡീഷണൽ ആയിട്ട് വന്ന കുഞ്ഞു മോനും ഗംഭീരമായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു പ്രചോദേട്ടാ. അടിപൊളിയായിരുന്നു കേട്ടോ, ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഇപ്പോൾ അസീസ് പറഞ്ഞ പോലെ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എപ്പിസോഡ് ചെയ്തപ്പം വർക്ക്ഷോപ്പാണ്. ആ വർക്ക്ഷോപ്പ് ചെയ്ത എല്ലാ കൗണ്ടറുകളും ഫ്രഷ് കൗണ്ടറുകളായിരുന്നു. എന്ന് പറഞ്ഞ പോലെ ജിം എന്ന് പറഞ്ഞൊരു സാധനം സ്കിറ്റിലേക്ക് വരുമ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറേ കൗണ്ടറുകളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാം പുതിയ നല്ല ഉഗ്രം കൗണ്ടർ കൊണ്ട് അവിടെ പേസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതിനൊരു ഉഗ്രം കൈഡ് തരണം. നല്ല ടൈമിങ് വരുന്നു. തുടക്കം മുതൽ നിങ്ങൾ ഭയങ്കര രസമായിട്ട് കോമ്പിനേഷൻ. പിന്നെ ക്ലൈമാക്സിന് ഒരു ഉഗ്രം കൈഡി, നല്ല ക്ലൈമാക്സ് ആയിരുന്നു കേട്ടോ. മോനെ കൊണ്ടുവന്നിട്ട് ആ സാധനം കൊണ്ടുവന്നു. പിന്നെ അവന്റെ ഡയലോഗ് ആ ക്ലൈമാക്സിലേക്കുള്ള നിങ്ങൾ ആഗ്രഹിച്ച് കിട്ടിയില്ല. ക്ലൈമാക്സിന്റെ തുടക്കത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്കൊരു കുഞ്ഞിക്കാല് കറക്റ്റ് ആ സാധനം സെലക്ട് ചെയ്തുകൊണ്ടിട്ടുണ്ട്. അടിപൊളി ഫാമിലി, ഒരു 4-pack ഫാമിലി ആയി മാറി അല്ലേ? ഗംഭീര കമന്റ്സ് ആണ് കാര്യക്കാർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഇനി സ്കോർ ചോദിക്കാം. പക്ഷേ സ്കോർ ചോദിക്കുന്നതിന് മുമ്പ് കുഞ്ഞി എൻ്റെ അടുത്ത് വന്നാലേ ഞാൻ മാർക്ക് ചോദിക്കത്തുള്ളൂ. അപ്പൊ നിനക്കും കുഞ്ഞിക്കാലുകൾ. ഈ കണ്ണട വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്സ് ചോദിക്കാം. വെക്കട്ടെ? ആദ്യം നമുക്ക് ആരോട് ചോദിക്കണം? ഏത് അങ്കിളിനോട് ചോദിക്കണം? നസീറക്കോട് ചോദിച്ചാലോ? അപ്പൊ ഞാൻ തന്നെ ആദ്യം തരാം. ഞാനൊരു 18,000 രൂപ തരികയാണ്. 18,000. ഇനി നമുക്ക് അസീസിക്കയോട് ചോദിച്ചാലോ? അസീസിക്കയെ വിളിക്കുക. അസീസിക്ക മാർക്ക്. ഞാനും ഒരു ജിമ്മിന് വേണ്ടി പ്രോട്ടീൻ പൗഡർ വാങ്ങാം, ഒരു 18,000 രൂപ. ഓക്കെ, അപ്പൊ 36,000 രൂപയായിട്ടുണ്ട് ഇപ്പോഴത്തെ ടോട്ടൽ. ഇനി നമുക്ക് അറിയേണ്ടത് അവിടെ വരുന്നത്, അത് പറയുന്നത് പ്രചോദേട്ടനെ ഒളിപ്പിച്ച് വെച്ചേക്കുവാ. ഒന്ന് കാണിക്കോ, തരുവോ പ്രചോദേട്ടാ? ചോദിക്ക്. അതൊരു ഓഫറാണ്. ഒരു മാസം തരാൻ തോന്നണം പ്രചോദേട്ടാ, പ്ലീസ് ചോദിച്ചു നോക്ക്. ചോദിക്ക് പ്രചോദേട്ടാ പ്ലീസ്. അവനറിയാം. അതെ, അപ്പൊ പ്രചോദേട്ടാ പ്ലീസ് ഫൈനൽ റിവീൽ ചെയ്താലും. ഓ തീർച്ചയായിട്ടും. പിടിച്ചു. 80,000 രൂപ നേടിക്കൊണ്ട് സിൽവർ പഞ്ചാണ് അടിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. എന്തായാലും സിൽവർ പഞ്ച് അടിച്ചിരിക്കുകയാണ്. ആ പ്ലീസിൽ പ്രചോദേട്ടം വീണു ഗൈസ്. പ്ലീസ് ഞങ്ങൾ സ്വീകരിക്കുന്നതല്ല. അല്ല മീനാക്ഷി, ഇത് ശരിക്കും സിൽവർ പഞ്ച് എന്നല്ല പറയണ്ടേ, കൗണ്ടർ പഞ്ച് എന്നാണ്. കൗണ്ടർ പഞ്ച്. അതെ. അപ്പൊ എന്തായാലും സംശയട്ടാ പറയൂ, എന്താണ് സിൽവർ പഞ്ച് നേടി നിൽക്കുകയാണ്? അല്ല, സന്തോഷം തന്നെ. അതിപ്പം ഇങ്ങനെ ടീം എന്ന് പറഞ്ഞിട്ടിപ്പോ വൈഫും മക്കളൊക്കെ നമ്മളൊരു ഫാമിലി ആയിട്ട് ഇതുപോലെ ഒരു സംഗതി അടിക്കുക എന്ന് പറയുമ്പോ വലിയ സന്തോഷം. ഇത് ഒരു കണക്കിന് ഭയങ്കര റിസ്ക് വേണമെന്ന ഏറ്റവും എളുപ്പമാണ്. അതിപ്പോ ഏതാന്നുള്ള മക്കൾ എങ്ങനെയാണ് വീട്ടില്? ഓക്കെയാണ്. ഫ്രണ്ട്ലി ആണോ? ഫ്രണ്ട്ലിയാണ്. ഇങ്ങനെ കഴുത്തിന് ഇവിടൊക്കെ ഇങ്ങനെ കുത്തി പിടിക്കല്. അതാ സ്കിറ്റിൽ കാണുന്നുണ്ടല്ലേ? ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്താ വെച്ചാൽ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട്. അതായത് ഇപ്പോ വൈഫ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റേജ് അങ്ങനെ ചെയ്യുന്ന ആളല്ല. അറിയാം. അപ്പോൾ ഞാൻ വരികയാണ്, അപ്പൊ ഇവന് വരികയാണ്, അപ്പൊ ഞങ്ങൾക്കും വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് വരുന്ന ആളാണ്. അപ്പൊ അതേപോലെ തന്നെ വീട്ടിൽ നിന്നായാലും ഇപ്പൊ അമ്മയോ അനിയന്മാരോ ഓലൊക്കെ എന്താണെങ്കിലും നിങ്ങൾ എന്താ വേണ്ട ചെയ്തോളി, ഫുൾ സപ്പോർട്ടാണ്. അനിയത്തി അങ്ങനെ എല്ലാവരും വീട്ടുകാരുടെയും ഞങ്ങളെ കൂട്ടുകാരുടെയും ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള അവരുടെ ആയാലും ഒക്കെ അവരാ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിങ്ങനെ വന്ന് ചെയ്യാൻ പറ്റുന്നത്. അതിനെല്ലാവർക്കും വലിയൊരു നന്ദിയുണ്ട്. അതേപോലെ ഇവിടുത്തെ ഗ്രൂമേഴ്സ്, എല്ലാ ക്രൂ മെമ്പേഴ്സിനും എല്ലാവർക്കും. അതാണ് ഇപ്പൊ മനസ്സിൽ തോന്നുന്നത്. ഇനി ചേച്ചി പറയൂ എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷം. പിന്നെ വർക്ക് ചെയ്യണം ഇവിടുത്തെ സ്നേഹാലയ അഭയമന്ദിരം. അവിടെ കുറെ അമ്മമാരും അച്ഛന്മാരും ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഹായ് പറയും. അയ്യോ, തീർച്ചയായിട്ടും. വട്ടപ്പൊന്ത സ്നേഹാലയം അഭയകേന്ദ്രത്തിലെ എല്ലാ അമ്മമാർക്കും ഞങ്ങളുടെ ഒരു വലിയ സ്നേഹം നിറഞ്ഞ ഹായ്. ഇനി നമ്മുടെ സൂപ്പർ സ്റ്റാറിനോട് ചോദിക്കണ്ടേ? സതുൽ രാജ് പറയൂ. വളരെ സന്തോഷം. എന്താ വന്നേലെ ഏറ്റവും പ്രൈസ് കിട്ടിയത് ആണ്. ആക്ഷൻ പറഞ്ഞാലേ സംസാരിക്കുള്ളൂ അല്ലേ? പഠിപ്പിച്ച സാധനം മാത്രം അടിക്കുള്ളൂ. അപ്പൊ അടുത്ത തവണ ഇതേപോലെ ഇനിയും പഞ്ച് കിട്ടട്ടെ. അന്നേരം പറയാനുള്ളത് പഠിപ്പിച്ചിട്ട് കൊണ്ടുവരണം സതുലിന്റെ, കേട്ടോ? അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. കൂടുതൽ പഞ്ചസും കൗണ്ടേഴ്സും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടാ. എടാ ശുണ്ടരാ.
ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ വേദിയിൽ ഇനി അടുത്തതായിട്ട് സ്പെഷ്യൽ പെർഫോമൻസിനുള്ള സമയമാണ്. ഈ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് അവതരിപ്പിക്കാൻ എത്തുന്ന കലാകാരൻ അദ്ദേഹം നമ്മുടെ ഫ്ലവേഴ്സ് കുടുംബത്തിലെ തന്നെ ഒരു അംഗമാണ്. അപ്പോൾ മിമിക്രിയാണ് അദ്ദേഹം അവതരിപ്പിക്കാൻ പോകുന്നത്. ഞാൻ അദ്ദേഹത്തെ കൊണ്ട് സ്വാഗതം ചെയ്യട്ടെ. ഉറപ്പായിട്ടും. സോ ലെറ്റ്സ് വെൽക്കം റിബി എടത്വ. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ. അപ്പൊ എടത്വന്നാണ് റിബി ചേട്ടൻ വരുന്നത്. എന്താണ് പ്രൊഫഷണലി മിമിക്രി തന്നെയാണോ ചെയ്യുന്നത്, അതോ ജോലി ചെയ്യുന്നുണ്ടോ? പ്രൊഫഷണലി ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും മെയിൻ ആയിട്ട് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ആഹാ, ഓക്കെ, അടിപൊളി അടിപൊളി. അവിടെ ഇടത്തുവായി തന്നെയാ? എടുത്തത് തന്നെ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ കാര്യക്കാരിലേക്ക് പോകാം. അവരാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ റിബി എന്തൊക്കെയാ? സുഖമായിട്ടിരിക്കുന്നു. വീട്ടിൽ ആരൊക്കെ ഉണ്ട് റിബി? വീട്ടില് വൈഫുണ്ട്, മോനുണ്ട്. ഞങ്ങളിങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നു. അപ്പോൾ ഓട്ടോ ഡ്രൈവിങ്ങും മിമിക്രി എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടുപോയി കുടുംബം കൊണ്ടുപോകുന്നു. അതെ. എന്തൊക്കെയാണ് ഇന്ന് സ്പെഷ്യൽ? എന്താ റിവ്യൂ വന്നിരിക്കുന്നത്? റിവ്യൂ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള, എന്നോട് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള നടൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് മുതലേ പറയുന്നതാണ് സുരേഷ് ചേട്ടൻ്റെ പേര്. സുരേഷ് ചേട്ടനാണ് ഇന്ന് തുടക്കം. അദ്ദേഹത്തിന്റെ വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലെ നമുക്ക് ആ സ്പീച്ച് ഉണ്ട്, സ്റ്റേജിലുള്ള ആ സ്പീച്ച് യാത്രകൾ നമ്മളെ സ്വാധീനിക്കാറുണ്ട്. മറ്റൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ, പുതിയൊരു സ്ഥലത്ത് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ, പുതിയ ഭക്ഷണം, അതൊക്കെ നമ്മളെ തന്നെ പുതുതാക്കിക്കൊണ്ടിരിക്കും. പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് യാത്രകൾ ഒരിക്കലും അവസാനിക്കാതിരുന്നെങ്കിലെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നത് യാത്രയെ കൂടുതൽ മനോഹരമാക്കുന്നത് ഒരു റിട്ടേൺ ടിക്കറ്റാണ് അല്ലേ? പോയി മടങ്ങി വരാനൊരു വീടോ പോയ വിശേഷങ്ങൾ പറയാനൊരാളോ ഇല്ലെങ്കിൽ ഇതിലൊന്നും ഒരർത്ഥമില്ല. ആരോടെങ്കിലും വഴക്കിട്ടോ ഒഴിവാക്കാനോ യാത്രകൾ ചെയ്യരുത്. ഞാനും ഒരുപാട് യാത്രകൾ ചെയ്തിരുന്നു. റബി, സുരേഷേന്റെ ലൈവ് വോയിസ് ഒക്കെ ചെയ്യുമോ സാധാരണ? സുരേഷ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹരമാണ്. എന്നോട് ചോദിക്കുകയാണ്, റബി പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ എന്നെയാണോ ഇഷ്ടം സുരേഷ് ചേട്ടനെയാണോ? ഞാൻ സുരേഷ് ചേട്ടനെയാണ് ഇഷ്ടം. മാത്രം ഇഷ്ടമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലൈവ് പറയുമ്പോൾ കുറച്ചുകൂടെ സന്തോഷമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ലൈവ് വോയിസ് നമ്മുടെ വേദിയിൽ വന്ന് അതെ. നമസ്കാരം സർ, വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ. ഒരുപാട് സന്തോഷം. ഇത് ഐറ്റം വേറെ. അതെ 500 എപ്പിസോഡ് പിന്നിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ജനകീയ പരിപാടി. യെസ് സർ, അതെ. ഞങ്ങൾക്ക് ഇവിടെ 3 കാര്യക്കാരൊക്കെ ഉണ്ട്. നസീറൊക്കെ ഉണ്ട്, മീനാക്ഷി പരിചയപ്പെടുത്തണ്ട. എല്ലാരും അറിയാം. അവരെന്റെ പിള്ളേരാ. കാരണം മാ എന്ന് പറയുന്ന സംഘടനയുടെ 2 ലക്ഷം രൂപ ഞങ്ങൾക്ക് എപ്പോഴും തരും. എന്നോട് പല ആളുകളും ചോദിക്കാറുണ്ട്, സുരേഷിന് എന്താണ് അവിടെ റോളെന്ന്. ഞാൻ പറയുന്നത്, ഇവിടെ ഇരിക്കുന്ന പല മിമിക്രി കലാകാരന്മാരെക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം എനിക്കുണ്ട്. കാരണം ഒരു 40 കൊല്ലമെങ്കിലുമായി ഇവരെല്ലാവരും എൻ്റെ ശബ്ദം. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് കയറിയിരിക്കാം. പ്രചോദ പറയട്ടെ, ഇല്ലെങ്കിൽ മീനാക്ഷിക്ക് എന്തെങ്കിലും പറയാം? ഒന്നും പറയാനില്ല സർ. അപ്പൊ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി അടിപൊളി. ഒന്നും പറയാനില്ല അല്ലേ? റിബി ആദ്യം പറഞ്ഞതിനേക്കാൾ ഇത് പത്രമാറ്റ്. ഞാൻ പറഞ്ഞല്ലോ പ്രചേട്ട, ഒത്തിരി ജീവനാണ് സുരേഷ് ചേട്ടൻ എന്ന് പറഞ്ഞ, ഒത്തിരി ജീവനാണ്. അയ്യോ, പേഴ്സണലി. അടുത്തത് ബാലചന്ദ്ര മേനോൻ സാർ. അടിപൊളി. അപ്പോൾ അദ്ദേഹത്തിന്റെ സമാന്തരങ്ങൾ എന്ന് പറയുന്ന ചിത്രം ഒരു വെറൈറ്റി ആയിരുന്നു അദ്ദേഹം ചെയ്തത്. അതിന് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. മേനോൻ സാർ ഇപ്പോൾ ഒരുപാട് കാലത്ത് ശേഷം പ്രതിച്ഛായ എന്ന് പറഞ്ഞ പടത്തിൽ ഉഗ്ര വേഷമാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സമാന്തരങ്ങളിൽ അവാർഡ്. മോനെ, കൃത്യമായി പറഞ്ഞാൽ 26 വർഷം മുമ്പുള്ള കഥയാ. 26 വർഷം മുമ്പ് രാജപാളയം റെയിൽവേ സ്റ്റേഷൻ അറിയാമോ? അവിടെ എൻ്റെ പൊന്നു മോനെ പ്രസവിക്കുന്നതും കാത്ത് ഈ ബാപ്പ നിസ്കാരപ്പായി നിസ്കരിച്ചൊറ്റ ഇരിപ്പാ. ആ ഒരു കാത്തിരിപ്പ് വെച്ച് ഇത് എനിക്കൊരു കാത്തിരിപ്പല്ല. നന്നായി വരും എൻ്റെ പൊന്നു മോൻ, നന്നായി വരും. പിന്നെ തമിഴകത്തേക്ക് പോയാലോ? തമിഴകത്തേക്ക് പോയാലോ? ഉലക നായകൻ കമൽ സാർ, കമൽ അദ്ദേഹത്തിന്റെ വോയിസാണ്. அனைவருக்கும் வணக்கம். பொதுவாக
நான் இந்த மேடைக்குமே போனது கிடையாது, இந்த விழாவிலையுமே கலந்தது கிடையாது. அப்புறம் இந்த மாதிரி ஒரு அற்புதகரமான மேடைக்கு வந்திருக்கிறது என்றால் மக்கள் நீதி மையம், அதை பற்றி 2 வார்த்தைகள் சொல்கிறதுக்காக வந்திருக்கிறேன். மக்களுக்கு சாதகமாக யார் இருக்கிறார்களோ அவருக்கு சாதகமாக மக்கள் நீதி மையம் உண்டு. இது என்னுடைய வாக்குறுதி. நன்றி, வணக்கம். കമൽ സാറ് വരുമ്പോൾ തീർച്ചയായിട്ടും സ്റ്റൈൽ മന്നൻ സൂപ്പർ സ്റ്റാർ വരണമല്ലോ. പിന്നെ വരണം. അപ്പോൾ അദ്ദേഹം ലൈവായിട്ട് വന്ന് നമ്മളോട് സംസാരിക്കാം. வருகை தந்திருக்கும் என்னுடைய அன்பான சகோதரர்களே, தாய்மார்களே, எல்லோருக்கும் என்னுடைய வணக்கம் தெரிவிச்சுக்கிறேன். எல்லாரும் கேட்டாங்க, அரசியலுக்கு வர லீட் அப்படின்னு கேட்டாங்க. நான் சொன்னேன், இங்கே சந்தோஷம் இருந்தா அரசியலும் சரி, சினிமாலும் சரி, வாழ்க்கையிலும் சரி, எல்லா இடத்துலையும் சந்தோஷம் தான். இங்கே சந்தோஷம் நிம்மதி இல்லைன்னா எங்கேயும் இல்லை. கண்ணா ஒன்று மட்டும் ஞாபகம் வச்சுக்கோங்க, வாழ்க்கையில் குறைக்காத நாயும் இல்லை, குறை சொல்லாத வாயும் இல்லை. சுருக்கமாக சொல்ல போனா இது 2 ഇല്ലാத ഊരേ ഇല്ല. അങ്ങനെയാണെങ്കിൽ വിജയ് ചെയ്യുമായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും വിജയ് ഈ പറഞ്ഞ പോലെ നേരത്തെ സുരേഷ് ഏട്ടൻ്റെ കാര്യം പറഞ്ഞല്ലോ, തമിഴകത്ത് നിന്ന് ആരെന്ന് വിജയ് തന്നെയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വോയിസ്, അദ്ദേഹം ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വോയിസ് കുറച്ചുകൂടെ ചേഞ്ച് ആണെന്ന് തോന്നുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു ചേഞ്ച് വോയിസ്. எல்லாருக்கும் வணக்கம். இந்த வருகை தந்திருக்கின்ற என்னுடைய நண்பிகளுக்கு எல்லாருக்கும் வணக்கம். கொஞ்ச நாளுக்கு முன்னாடி எல்லாரும் சொன்னாங்க ஒரு தேர்தல் வருதுன்னு சொன்னாங்க. என்னை பொறுத்த வரைக்கும் தேர்தல் கிடையாது, இது ஒரு அரசியல் யுத்தம். தீய சக்திக்கும் தூய சக்திக்குமான அரசியல் யுத்தம். அவங்க கொடுப்பாங்க, டிவியை கொடுப்பாங்க, லேப்டாப்பை கொடுப்பாங்க, பணத்தை கொடுப்பாங்க, வாங்கிக்க, பிரச்சனை இல்லை. எவன் வீட்டு சொத்து கிடையாது, உங்கள் பணம் தான், எந்த பிரச்சனையும் இல்லை. ஆனால் ஓட்டு மட்டும் சிந்தனையோட செய்யுங்க, விசிலுக்கு போடுங்க, யோசிச்சு பண்ணுங்க, இல்லைன்னா அடுத்த 5 வருஷம். அதனால தான் சொல்றேன், என் நெஞ்சில் குடியிருக்கும். അടിപൊളി. റിബി ഷമിച്ചേട്ടൻ്റെ വോയിസ് ഇല്ലേ? ഷമിച്ചേട്ടൻ്റെ വോയിസ് ചെയ്യുമായിരുന്നു. ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യൂ പ്ലീസ്. പുറമേ നോക്കുന്നവർക്ക് ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ജോബ്. ബട്ട് ഞാൻ പറയുന്നു, ഇതുപോലൊരു നശിച്ച ജോലി എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ വെറുത്തു പോവും. എന്നിട്ടും ഡെയിലി ഞാൻ ആ ജോലിക്ക് പോവും. 2 അറ്റവും കൂടെ കൂട്ടി മുട്ടിക്കണ്ടേ. ചേട്ടാ അടിപൊളിയായിരുന്നു. അതായത് ഇത്രയും പേരെ അവതരിപ്പിച്ചു. ഞാൻ ഒരുപാട് പേരെ സുരേഷ് സാറിന്റെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്ത് കേട്ടിട്ടുണ്ട്. പക്ഷെ ചേട്ടൻ്റെത് സ്പെഷ്യൽ ആയിരിക്കും. താങ്ക് യു. ഒത്തിരി സന്തോഷം. കാര്യക്കാരും എൻജോയ് ചെയ്തില്ലേ? ഞങ്ങൾ തീർച്ചയായിട്ടും കാര്യം ഇത്രയും നേരമൊക്കെ ഒരു നമ്മൾ സാധാരണ നേരത്തെ പറയുന്ന പോലെ മിമിക്രിക്കാർ വേറൊരു മിമിക്രിക്കാരൻ്റെ കേട്ടിട്ടാണ് സാധാരണ സംസാരിക്കാറുള്ളത്. ആ ഡയലോഗ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി. പക്ഷേ ഇതല്ല, ഇതാ എവിടെ ചെല്ലുന്നോ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഡയലോഗ് പറയും. അതാണ് ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത്. അതെ, ഒരു നാട്ടിലൊരു പ്രോഗ്രാമിൽ ചെയ്താൽ ആ നാട്ടിനെ കുറിച്ച് സംസാരിക്കുക എന്ന് പറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കൈയടി കിട്ടുന്നത്. അല്ലാതെ നമ്മൾ പഠിച്ചു വെച്ചത് പറയുന്നതിനേക്കാൾ നല്ലത്. അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. സുരേഷ് ചേട്ടന ലൈവ് വോയിസ് ഒരു രക്ഷയിലാണ്. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പ്രചോദനം അറിയാം. അതല്ല, ഈ മറ്റേ രജനീകാന്ത് സാറിന്റെ വോയിസ്, അയ്യോ കാര്യം കമലാൻ സാർ കഴിഞ്ഞിട്ട് അതിലേക്ക് വന്നപ്പോൾ ഭയങ്കര കാര്യം, ആ ടൈമിംഗ് ഗ്യാപ്പ് ഒക്കെ ഭയങ്കര രസമാണ്. അതായത് ഓട്ടോറിക്ഷ അല്ലേ, ഓട്ടോറിക്ഷ യഥാർത്ഥ മിമിക്രിക്കാരെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് ഓട്ടോറിക്ഷ ഡ്രൈവർമാരും പെയിന്റിങ് പണിക്കാരുമാണ്. അതെ, ഞാൻ യഥാർത്ഥത്തിൽ പെയിന്റ് പണിക്കാരനായിരുന്നു. ഞാൻ പെയിന്റ് പണി, നമ്മൾ ഹൗസ് പെയിന്റിങ്ങിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് മിമിക്രിക്കാർ, അവർ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, കാരണം എന്തെന്നറിയാമോ, നമുക്ക് ഒരുപാട് ടൈമുണ്ട്. നിന്ന് പെയിന്റ് അടിക്കുമ്പോഴും ചിന്തിക്കാനുള്ള ടൈമുണ്ട്, ഓട്ടോറിക്ഷ ഓടുമ്പോഴും ചിന്തിക്കാനുള്ള ടൈമുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ പണി നടക്കുന്നില്ല എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. പല വീടും ഇപ്പോഴും ഉണ്ട് പണി തീരാൻ. അന്ന് പെയിന്റ് അടിച്ചിട്ട് വന്നതാ. അപ്പൊ അവരിപ്പോ ഓർത്തോണ്ടിരിക്കുക ഇവ എവിടെയാണ് സിനിമ നോക്കി കാണാലോ. അതെ, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അതെ. അപ്പൊ റിബി ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഇനിയും വരണം പുതിയ ഐറ്റംസ് ആയിട്ട് കേട്ടോ. അപ്പൊ വീണ്ടും കാണുന്നത് വരേക്കും താങ്ക് യു സോ മച്ച്. കാണാതെ പോയ
മകനെ തപ്പി ഒരു അച്ഛൻ വെളിയിൽ വെയിറ്റ് ചെയ്യുക. നസീർക്കാണോ? നസീർക്കല്ല, അത് ആരാണ് എന്ന് അറിയാം കുറച്ച് നേരത്തിനുള്ളിൽ. ഞാൻ അവരെങ്ങോട്ട് സ്വാഗതം ചെയ്യട്ടെ? തീർച്ചയായിട്ടും. അപ്പൊ ചിരിയുടെ മാലപ്പടക്കത്തിന് തിരി കൊളുത്താനായിട്ട് നമ്മുടെ കൊച്ചു പ്രദീപേട്ടൻ, ദീപു ചേട്ടൻ and ശ്രീജു ചേട്ടൻ പുറത്ത് നിൽക്കണ്ട്. വേറെ സമയമില്ലാത്ത സമയത്ത് ആര് കിടന്ന് വിളിക്കണം? ഹലോ ഹലോ. ഹലോ, ആര്? വല്യരാജ മുതലാളിയുടെ വീടല്ലേ? അതെ, ഇത് വല്യരാജൻ മുതലാളിയുടെ വീടാണ്. കാര്യസ്ഥൻ കൊച്ചിരാമനാണ് സംസാരിക്കുന്നത്. ആരാണ്? അതെ, ഈ മുതലാളി ഒരു 101 വീട് പണിത് തരാന്ന് പറഞ്ഞില്ലേ? ആ കാര്യങ്ങൾ എന്തായെന്ന് അറിയാനാണ്. ഓ, മറന്നതല്ല. 101 വീട് പണിയാനുള്ള തറക്കല്ലിന്റെ കല്ലെടുക്കാനായിട്ട് ഞാനും മുതലാളിയും കൂടെ ഇവിടുന്ന് നേരെ പോയി. പോയ വഴിക്ക് മുതലാളിക്ക് ഒരു വയറുവേദന. അയ്യോ, ഹോസ്പിറ്റലിൽ കാണിച്ചു. കാണിച്ചപ്പോ പറഞ്ഞത് മൂത്രത്തിൽ കല്ലെന്നാ. ആണോ? മുതലാളി ആകെ മൊത്തം കൺഫ്യൂഷൻ അടിച്ചിരിക്കുക. എന്തു പറ്റി? അവിടെ ഉള്ള കല്ല് കയറ്റണോ ഇവിടെ ഉള്ള കല്ല് ഇറക്കണോന്ന്. അങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നോണ്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഇത് ഡിലേ ആവൂല, നമ്മൾ സമയത്ത് ചെയ്ത് തരും. പിന്നെ ഒരു കാര്യം ചെയ്യും, ഇത് വച്ച് താമസിപ്പിക്കാൻ നിൽക്കണ്ട, താക്കോൽ ദാനം നടത്തിയേ. വീട് പണിയണേക്കുമ്പോഴോ താക്കോൽ ദാനം? വീട് പണിയതിന് മുമ്പ് താക്കോൽ കൊടുത്തു കഴിഞ്ഞാൽ താക്കോൽ കിട്ടിയ ഒരു ധൈര്യം അവർക്ക് കിട്ടുമല്ലോ. പിന്നെ എപ്പോഴാണെങ്കിലും തുറക്കാനുള്ളതിൽ താക്കോൽ അങ്ങ് കൊടുത്തേരേ. ഓക്കെ, ശരി. ആവശ്യമില്ലാത്ത വള്ളിക്കെട്ടെല്ലാം പിടിച്ച് വയ്ക്കുകയും ചെയ്യും. എന്നാൽ എന്തെങ്കിലും ചെയ്യുമെന്ന് കേട്ടാ അതുമില്ല. 10-30 കൊല്ലമായിട്ട് ഞാൻ ഇവിടുത്തെ കാര്യസ്ഥന. വേറെ കൊണ്ട് പറയല്ല, എൻ്റെ മുതലാളി ബിസിനസ് മാഗ്നറ്റാ. ഒന്നിനും സമയമില്ലാത്ത കാര്യം കണക്ക് നോക്കിയില്ല. അയ്യോ, കണക്ക് കുരുമുളക് 30 + 14 44. പിന്നെ ഇതെല്ലാം ശരിയായാ മതിയായിരുന്നു. മുതലാളി, മുതലാളി, ഒന്നിങ്ങോട്ട് വരുമോ? കണക്ക് നോക്കണ്ടേ? വരാം. വാ. കണക്കെല്ലാം എഴുതിയോ? എഴുതി മുതലാളി. എല്ലാം ക്ലിയർ ആണോ? എല്ലാം ക്ലിയർ ആണ് മുതലാളി. ഏലം പറിച്ചോ? ഏലം പറിച്ചു. കുരുമുളക് പറിച്ചോ? കുരുമുളക് പറിച്ചു. കാപ്പി പറിച്ചോ? കാപ്പി പറിച്ചു. എല്ലാം കൊണ്ടുപോയി കൊടുത്തോ? കൊടുത്തു. കാശ് കിട്ടിയോ? കിട്ടി. എന്നെ എത്ര പറ്റിച്ചു? 1500. കാണിക്കാൻ വേണ്ടി. എടാ, നിനക്കറിയാമോ, എനിക്കിതൊക്കെ നേരിട്ട് നോക്കാൻ അറിയാൻ പാടില്ലാത്തോണ്ടല്ല, പക്ഷെ ഞാനൊരു ബിസിനസ് മാഗ്നറ്റായി പോയില്ലേ. സമയമില്ല. എനിക്കാണെങ്കിൽ ഇന്ന് എത്ര സ്ഥലത്ത് പോകാനറിയാമോ, പക്ഷെ പുറത്തേക്ക് ഇറങ്ങാൻ പേടിയാ. നമ്മളെ വീടിന്റെ അപ്പുറത്തെ ഗീതയുടെ ഭർത്താവ് രാജനുമായിട്ട് ഞാനൊന്ന് ഉടക്കി. ബിസിനസ് മാഗ്നറ്റ് അല്ലേ, ഗീതയുമായിട്ട് ഒട്ടാൻ ശ്രമിച്ചു കാണും. അതുകൊണ്ടായിരിക്കും 10-30 വർഷമായിട്ട് ഈ കാന്തിക പ്രവാഹം ഞാൻ കണ്ടോണ്ടിരിക്കുകയാണല്ലോ. അതെ. പിന്നെ 2-3 മാസമായിട്ട് എനിക്ക് ശമ്പളമില്ല. എന്റെ ശമ്പളം ഒന്ന് തരണം. എത്ര കൊല്ലായി നീ ഇവിടെ ജോലിക്ക് വന്നു തുടങ്ങിയിട്ട്? 30 വർഷമായി. ഇതിന്റെ ഇടയ്ക്ക് ശമ്പളം കിമ്പളം വേറെ, പിന്നെ എന്നെ പറ്റിക്കണ കാശ് വേറെ. 10-25 ലക്ഷം രൂപ നീ ഇപ്പൊ ഇങ്ങോട്ട് തരണം. മുതലാളി, ഇവിടുന്ന് കിട്ടിയതല്ലേ എന്റെ കയ്യിലുള്ളൂ, വേറൊന്നും എന്റെ ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഇനിയിപ്പൊ നിന്റെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടിയാലുള്ളൂ എന്റെ കയ്യിൽ. അതുകൊണ്ടാണ് പറഞ്ഞത്, എനിക്കത് വേണം, കിട്ടിയേ തീരൂ. എന്റെ മുതലാളി, എന്റെ ഒന്നും ഇല്ല. എന്റെ ഉണ്ടെങ്കിൽ ഞാൻ തരൂലേ. മോനെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്നാന്നറിയാമോ? അറിയാം മുതലാളി. അത് മറക്കാൻ പറ്റുമോ? മെയ് 3 മുതലാളിയെ ചാന്തേര അവിടുത്തെ തെങ്ങി കെട്ടിയിട്ടടിച്ച ദിവസം. അതല്ല, 25 വർഷം മുമ്പ് എന്റെ ഉണ്ണിയെ കാണാതായി. ആ ഉണ്ണിയുടെ പിറന്നാളാണ് ഇന്ന്. പിറന്നാൾ നിങ്ങൾക്കറിയാമോ, അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാ പിറന്നാൾ ദിവസവും ഞാൻ കേക്ക് കട്ട് ചെയ്ത് സങ്കടപ്പെടുന്ന എല്ലാ പിറന്നാളിനും നീ എനിക്ക് സമ്മാനം തരുമായിരുന്നു എന്റെ ഉണ്ണിയുടെ പേരിൽ. ഈ തവണ ഇല്ലേ? ആരാ പറഞ്ഞില്ലെന്ന്? ഉണ്ടോ? തവണ ഞാൻ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. നോക്ക്. ഹായ് ഉണ്ണി, ഹാപ്പി ബർത്ത്ഡേ. പ്രിയമുള്ളവരെ നമസ്കാരം. 25 വർഷത്തിന് മുമ്പ് കാണാതെ പോയ ഉണ്ണിയുടെ ബർത്ത്ഡേ ആണെന്ന്. 25 വർഷം മുമ്പ് കാണാതെ പോയ ഉണ്ണിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. 25 വർഷം മുമ്പ് കാണാതെ പോയ ഉണ്ണി, എനിക്കൊരു അപേക്ഷയുണ്ട്. നിൻ്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ നിൻ്റെ അച്ഛനെ കാണാൻ നീ വരരുത്. അപ്പോൾ 25 വർഷം മുമ്പ് കാണാതെ പോയ ഉണ്ണി, ഗോഡ് ബ്ലെസ് യു. ആശംസ 1-2 രൂപയല്ല, 1 ലോഡ് കൊപ്രയുടെ പൈസ കൊണ്ടുപോയത്. അപ്പൊ കൊപ്രയുടെ കേസ് ഇന്നത്തെ ഓക്കെ. ഇത് ഇത്തിരി കടുപ്പായി പോയി. എന്താ മുതലാളി? എനിക്കത് സങ്കടം. എന്തിന്? എടാ, എന്റെ ഇത്രയും കാണായ സ്വത്തല്ല അന്യം നിന്ന് പോവും.
തന്നെയല്ല മരിച്ചു കഴിഞ്ഞാൽ കർമ്മം ചെയ്യാൻ എനിക്കൊരു കൊച്ചില്ല. ആകെ ഓർമ്മയുണ്ടായിരുന്നത് കാണാതെ ഞാനെന്ത് ചെയ്യും? നമ്മുടെ തൊട്ടപ്പുറത്തെ മോളിയുടെ ആ രാജന്റെ ഒക്കെ മക്കളെ അവര് കൊഞ്ചിക്കിട കാണുമ്പോ എന്റെ ചങ്ക് പൊട്ടുക. ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് മുതലാളി, അവരങ്ങനെ കളിപ്പിക്കുമ്പോ ഇവിടെ ഒരു കൊച്ചുണ്ടായിരുന്നെങ്കിലോ. എന്താ മുതലാളി? മോളെ മോനെ സ്നേഹിക്കുന്ന പോലെ കൊച്ചുരാമൻ എന്നെ സ്നേഹിക്കാവോ? മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പിന്നെ ഞാൻ എങ്ങനെ പറയും? എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുള്ള. നിനക്കറിയാവോ, കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ജോത്സ്യനെ പോയി കണ്ടു. അയാൾ പറഞ്ഞ 25-ാമത്തെ വയസ്സിൽ എന്റെ ഉണ്ണിയുടെ കല്യാണം നടന്നില്ലെങ്കിൽ എന്റെ ജീവന് തന്നെ ആപത്താണ്. ഊത്തക്കോടൻ ജോത്സ്യനെ പറഞ്ഞ അച്ചട്ട ജോത്സ്യം വരെ ഓക്കെ, ഊത്തക്കൂടം എടുത്ത് മാറ്റി എന്തൊരു അതല്ലത്. ഇപ്പോൾ നമ്മുടെ ഉണ്ണി എങ്ങനെ ഇരിക്കും എന്നെനിക്ക് കണ്ടുപിടിക്കണം. എനിക്കറിയാം, മുതലാളിയുടെ മനസ്സ് വായിച്ചത് കൊണ്ടാണ് ഇന്ന് വേറെ സർപ്രൈസ് ഉള്ളത്. എന്ത്? 25 വർഷം മുമ്പ് കാണാതെ പോയ ഉണ്ണി എങ്ങനെ ഇരിക്കുമെന്ന് എന്റെ കൂട്ടുകാരൻ വരും, അവൻ വരച്ചു തരും. നടക്കുവോ? നടക്കാത്തെന്താ, ഉഗ്ര വരപ്പുകാരനല്ലേ ഞാൻ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. പിന്നെ അവൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഇപ്പൊ നമ്മുടെ ഉണ്ണി ഇരിക്കുന്നത് അതുപോലെ അവൻ വരച്ചു തരും. പറഞ്ഞു തീർന്നില്ലല്ലോ, എന്റെ കൂട്ടുകാരൻ ദേ വരുന്നത്. ഹലോ, പിക്കാസോ. കോടാലി. പിക്കാസോ. കോടാലി. സുഹൃത്തെ, ഞാൻ എന്റെ പേരാണ് പറഞ്ഞത്. എന്റെ പേരെന്ന് പറയുന്നത് വേണു കിളിമാനൂർ, പ്രശസ്ത വരപ്പുകാരനാണ്. ഇതമായി എനിക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട്. ഈ വർഷത്തെ മികച്ച പടം വരപ്പുകാരനുള്ള അവാർഡ് എനിക്ക് കിട്ടി. 250 രൂപയും പ്രശസ്തി പത്രവും. 250 രൂപയ്ക്ക് കുറഞ്ഞൊരു കോട്ടർ വാങ്ങിച്ചടിച്ചു. പ്രശസ്തി പത്രം ഒരു മാമന് വായിക്കാനും കൊടുത്തു. അളിയാ അളിയാ, നീ ഇവിടെ പൂച്ച വെച്ചെടുക്കണം. ഞങ്ങൾ പണ്ട് തൊട്ടേ ഉള്ള സ്നേഹബന്ധമില്ലേ? പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് പുറത്തോട്ട് വരുന്നില്ല, അതുകൊണ്ടാണ്. മതി മതി മതി. അല്ല, നിങ്ങൾ അതിൽ എങ്ങനെ കണക്ഷൻ മനസ്സിലായില്ല? അയ്യോ, എന്റെ ബാല്യകാല സുഹൃത്തല്ലേ, ഇത്ര ഉള്ളപ്പോഴേ ഉള്ള കൂട്ടുകെട്ട്. മുതലാളിക്ക് പിന്നെ മനസ്സിലായില്ലേ? നമ്മൾ ആഴ്ച പതിപ്പിലൊക്കെ വായിക്കുന്ന നോവലില്ലേ, അതിൽ വരുന്ന പടം ഉണ്ടല്ലോ, ഇന്നല്ലേ അന്ന് അതില്ലല്ലോ. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പടങ്ങൾ മുതലാളി കണ്ടിട്ടില്ലേ? അത് വരച്ചോണ്ടിരുന്ന ആരാ? ഈ പെമ്പിള്ളാരെ പടം. ലേഡീസ് ഹോസ്റ്റൽ എന്ന നോവലിലെ ഗ്ലോറിയ ഫെർണാണ്ടസ് വരച്ചത് ഈ കൈകൾ കൊണ്ടാ. പ്ലീസ് ആ കൈയൊന്ന് തരും. മുത്തം മുത്തം മുത്തം. നിങ്ങളുടെ ഈ 1000 കണ്ണുള്ള അമ്മായിയമ്മ എന്ന് പറഞ്ഞ നോവലിലെ ആ സ്റ്റെഫി. സ്റ്റെഫി അങ്ങനെയല്ല, സ്റ്റെഫി അവിടെ വന്ന അമ്മായിയമ്മ. ഇടയ്ക്കൊരു വേലക്കാരിയാ വീട്ടിൽ വരും. ആ നോവലില് വേലക്കാരി അങ്ങനെ വേറെ ഒരുപാട് പടങ്ങളുണ്ട്. കൈക്ക് നീളമില്ലാത്തോണ്ട് അവിടെ അങ്ങ് നിർത്തിയത്. പടങ്ങൾ നമ്മൾ വരച്ച എത്ര എല്ലാം എന്റെ സൃഷ്ടിയല്ലേ. അല്ല, ഈ വരപ്പ് നിങ്ങൾ ജന്മനുള്ളതാണോ? ജന്മനെന്ന് പറഞ്ഞാൽ എന്റെ വരപ്പ്, അതായത് എന്റെ വര ആദ്യം കണ്ടെത്തിയത് എന്റെ മുത്തശ്ശനായിരുന്നു. കൊച്ചുനാളിൽ എനിക്ക് 2 വയസ്സുള്ളപ്പോ ഞാൻ ഇങ്ങനെ പറമ്പിൽ കൂടെ തുണിയൊന്നും എടുക്കാതെ ഇങ്ങനെ ഓടുമായിരുന്നു. അപ്പൊ എന്റെ മുത്തശ്ശൻ എന്നെ പിടിച്ചു നിർത്തി എന്റെ അടുത്ത് പറഞ്ഞു, മോനെ നിനക്കൊരു വരയുണ്ട്, നീ അത് ശ്രദ്ധിക്കാതെ പോകരുത്. അങ്ങനെയാണ് എന്റെ. കാരണം മുത്തശ്ശൻ എന്റെ അടുത്ത് പറഞ്ഞു, എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പിടിവാശിയായിരുന്നു. ഈ ഉത്സവപ്പറമ്പിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഏത് സാധനം കിട്ടിക്കഴിഞ്ഞാലും അപ്പുറം വാങ്ങിക്കണം തോന്നും. അപ്പോ എന്റെ മുത്തശ്ശൻ എന്റെ അമ്മയോടും അച്ഛനോടും പറഞ്ഞു, എന്ത് നിങ്ങളെ ഇവൻ വലുതാവുമ്പോൾ വരച്ച വരയിൽ നിർത്തും. ആണ് ഞാൻ വരയിലേക്ക് നേരെ. മുത്തശ്ശനാണ്. മുത്തശ്ശനോട് നന്ദി. പിന്നെ ഇങ്ങനെ സംസാരിച്ചോണ്ട് നിന്നാ മതിയാ, ഇവനെ കൊണ്ട് വരപ്പിക്കണ്ടേ? വേറൊന്നുമല്ല, മുതലാളിയുടെ ഉണ്ണി ഒന്ന് വരയ്ക്കണം. ഞാൻ പോണ്ടേ? എവിടെ പോണ്ടേ? ശരിയാവൂല. വീട്ടിൽ പട്ടിണിയാണ്, പൈസ ഒന്നും കയ്യിലില്ല. എന്നാലും ഒരു കുഴപ്പമില്ല, ഈ പറഞ്ഞ സാധനം വരയ്ക്കാൻ എനിക്ക് പറ്റില്ല. അയ്യോ, കണ്ടതാണെങ്കിൽ വരയ്ക്കാം, കാണാത്ത സാധനം വരയ്ക്കാം. ഞാൻ പിന്നെ കാണാതെ പോയ എന്റെ ഉണ്ണിയെ വരയ്ക്കാൻ ഇപ്പോൾ അവനെ എങ്ങനെ ഇരിക്കും എന്ന് ഞങ്ങൾക്കറിയണം. വിളി, വരയ്ക്കാം.
എടാ അപ്പം കാണാതെ പോയിട്ട് വർഷങ്ങളായി 25 വർഷം മുമ്പ് കാണാതെ പോയത് അവനെ വേണം വരയ്ക്കാൻ. പുള്ളിയെ വരയ്ക്കണം. 25 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായി ഉണ്ണി ഇപ്പൊ എങ്ങനെ ഇരിക്കണം നിങ്ങൾക്ക് അറിയണം. അത്രയേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്ക് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എനിക്ക് ഉത്തരം തരണം. ഓക്കെ. കൃത്യം നടക്കുന്ന സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു? അമ്പലപ്പറമ്പിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ആ സമയത്ത് നിങ്ങൾ ഏത് വസ്ത്രമാണ് ധരിച്ചിരുന്നത് പറയൂ. വർഷങ്ങൾക്ക് മുമ്പുള്ള ഇതൊക്കെ ഇപ്പൊ ആരും ഓർത്ത് വെക്കാൻ പോകുന്നു. ഓക്കെ. പാലസ്തീൻ ഇസ്രായേൽ ബന്ധത്തിന്റെ വലിയൊരു വഴിത്തിരിവായിരുന്നല്ലോ ഈയിടെ ഗാസയിൽ നിന്നുണ്ടായ ഇസ്രായേലിന്റെ പിന്മാറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? കാലത്ത് തന്നെ ഏതാണ്ട് പുകയടിച്ച് കിളിയെല്ലാം പണ കപ്പച്ചക്കാന്നാണ് നീ പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ നിനക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഒരിക്കലും കഴിയില്ല. വെറും മൈറ്റ് ഒരെണ്ണം പുകച്ചു കലക്കി. പിന്നെ ഒരു കാര്യം ചെയ്യാം, വരച്ചാലും ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേപോലെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. സെറ്റ് ചെയ്ത് തരാം. വിഷമിക്കൊന്നും വേണ്ട. എനിക്ക് സഹായം വേണം. ഇത് വരച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ചെറുക്കൻ അതേപോലെ ഇരിക്കും കേട്ടോ. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. കണ്ടെത്താം. ആദ്യം എന്ന് പറഞ്ഞാൽ ഈ ഉണ്ണിയുടെ കണ്ണ് എങ്ങനെ? ഇനി അടുത്ത പുരിക എങ്ങനെ? മയിൽപീലി അത് ഓക്കെയാണ്. മയിൽപീലി പുരിക ഏതാണ്ടൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മൂക്ക് ജാമ്പയ്ക്ക മുക്ക് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റും. സെറ്റായി. ഇനി അടുത്ത സംഭവങ്ങൾ ഓരോരോ സംഭവങ്ങൾ പറയും. എനിക്ക് ഫ്രിഡ്ജിൽ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ചുണ്ട് എങ്ങനെ ഇരിക്കും ഉണ്ണീരാം? പറഞ്ഞു കൊടുക്കണം. ചുണ്ടെന്ന് വെച്ചാ നല്ല പഞ്ഞി പോലെ ഇരിക്കും. കുഞ്ഞു ചുണ്ട്. കുഞ്ഞിക്കവിൾ മേഘമേ. ചുണ്ട് സെറ്റ്. പിന്നെ അവന്റെ ഇടത് തൊടയിലെ ഒരു മറുകിട്ട്. സുഹൃത്തെ തൊട വരെയൊന്നും ഞാൻ വരയ്ക്കൂല. ബോർഡ് കട്ട് ചെയ്യും. ഏതാണ്ട് ഇത്ര വരെ വരയ്ക്കത്തുള്ളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കുന്നു. അറിവില്ലായ്മ ഉണ്ടല്ലേ? അറിവില്ലായ്മ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു വരച്ചോളും. ഉണ്ണി നന്നായിട്ട് പാട്ട് പാടും കേട്ടോ. അതാണ് അതിനകത്ത് കിട്ടുകയും ചെയ്യും. മണ്ടന്മാരാണ് ഓരോ കാര്യങ്ങൾ. പിന്നെ ഇത് പറഞ്ഞ ഉണ്ണി പറയാമോ? പറഞ്ഞോ. കിടന്നു മുള്ളുവായിരുന്നു. അത് വരയ്ക്കാൻ പറ്റും. റാ വരച്ച വെച്ചാൽ സെറ്റാണ് കേട്ടോ. ഒരുവിധം സംഭവം നമ്മളെ ഉണ്ണി ഒരുവിധം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി കാണിക്കാൻ പോകുന്നതാണ് നിങ്ങളുടെ ഉണ്ണി. അപ്പൊ ഉണ്ണീനെ നമുക്ക് കാണണ്ടേ? ഓക്കെ, ഞാൻ കാണിക്കാം. ഉണ്ണി ഇതാണ് നിങ്ങളുടെ ഉണ്ണി, ജീവിച്ചിരിക്കുന്ന ഉണ്ണി. ആയിരിക്കുന്നതേ ഉണ്ണി. ഇത് നീയല്ലടാ. നീ നിന്നെ തന്നെ വരച്ചു വെച്ചെന്തിന്? സുഹൃത്തെ, ജീവിക്കാൻ വേറെ നിവർത്തിയൊന്നുമില്ല. ഇവിടെ എങ്ങനെ തട്ടിമുട്ടി നിന്ന് കഴിഞ്ഞാൽ ഉള്ള ചില്ലറ ഒപ്പിച്ചോണ്ട് പോവാം. നീയും കൂടെ എന്റെ കൂടെ നിന്നോ. ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. 30 വർഷമായിട്ട് ഞാൻ ഇവിടെ ഞാൻ സമ്മതിക്കില്ല. ചുമ്മാ കള്ളത്തരം കാണിക്കുക. നീ ഉണ്ണിയെ വരയ്ക്കാൻ ഉണ്ണിയെ വരയ്ക്കണം. നീ നിന്നെ വരച്ചു വെച്ചത്. എടാ, ഉള്ള ചില്ലറ നിനക്കും തരാടാ. പിന്നെ നമുക്ക് 3 പേർക്ക് കൂടെ സുഖമായിട്ട് ജീവിച്ചു. ഇത് നീ തീക്കൊള്ളി കൊണ്ടാണ് തല പറയുന്നത്. ധൈര്യമായിട്ട് ഞാൻ ഉണ്ടെന്ന് കാണാം. നീ ഒന്ന് കണ്ണടച്ചാൽ മതി. തീരാന്ന് വിഷയമുള്ളൂ. കൊണ്ട് കാണിച്ചു. ഉണ്ണി സംശയമൊന്നും ഇല്ലെങ്കിൽ അത് തന്നെ. ഉണ്ണി, you are my son. You are my son. Oh my son. കാലിക്കിടന്ന് പിടിക്കണം. ഉണ്ണി 25 വർഷമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ദൈവം കേട്ടു. എന്റെ മോനെ പിറന്നാൾ ദിവസം തന്നെ ദൈവം എനിക്ക് കൊണ്ടുതന്നു. മോനെ, ഈ പിറന്നാൾ സമ്മാനമായിട്ട് അച്ഛനിതാതെ ഇത് നിന്നെ ഏൽപ്പിക്കുന്ന പോലെ. കുഴപ്പമില്ല. ഈ സ്വത്ത് നിന്റെ സ്വന്തമാണിത്. നീ വേണം ഇത് നോക്കാൻ. ഈ കണ്ട സ്വത്ത് മൊത്തം എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് എന്തേലും ചെയ്യായി? സ്വത്തല്ല, 12 കോടി രൂപയുടെ കടബാധ്യത എല്ലാവരും ചെയ്തു വെച്ചിട്ട് മൊത്തം നീ കൊടുത്ത് തീർക്കണം. പടം വരച്ച് ജീവിച്ചാൽ മതിയായിരുന്നു. കാണാതെ പോയ എൻ്റെ ഉണ്ണിയെ തിരക്കിയുള്ള യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചോദിക്കാം. കാര്യക്കാരിലേക്ക് പോകാം. പ്രചോദേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു സ്കിറ്റ്? നന്നായിരുന്നു. നല്ല പ്ലേ ആയിരുന്നു. നല്ല മനോഹരമായിട്ട് നിങ്ങൾ അറിഞ്ഞ് കളിച്ചു എന്നുള്ളതാണ്. നല്ല കൗണ്ടറുകളും ഇതിൻ്റെ സബ്ജക്റ്റ് ഈ പറയുന്നത് പോലൊരു കാര്യസ്ഥൻ മൊത്ത കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നു. പ്രദീപ് വരുന്നു. പ്രദീപിൻ്റെ മകനെ കാണാതാവുന്ന അവസാനം ഒരാളെ വിളിച്ച് വരപ്പിക്കുന്നു. എനിക്ക് ആ ഏറ്റവും നമ്മൾ മതിമറം ചിരിച്ചു പോയി വരയ്ക്കുന്ന സാധനം അതൊരു രക്ഷയില്ലാത്ത പ്ലേ ആയിരുന്നു. അതിനൊരു അടിപൊളിയായിട്ട്
അത് നിങ്ങൾ ഗംഭീരമായിട്ട് ചെയ്തു. ആ പോർഷൻ നന്നായിട്ട് ചിരിച്ചു. നമ്മൾ തുടക്കത്തിലൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളിലൊക്കെ എവിടെയൊക്കെ ഒരു മിസ്സിങ് പോലെ തോന്നി. പക്ഷേ ബാക്കിയുള്ള വരയുടെ പരിപാടിയിൽ ആ പെർഫോമൻസ് നിങ്ങൾ ഗംഭീരമായി. ഇതിൽ മാർക്ക് സ്കോർ ചെയ്യുന്നതും ആ പോർഷനിൽ നിങ്ങൾ മറന്ന് 3 പേരും കളിച്ചു എന്നുള്ളതാണ്. ക്ലൈമാക്സും ഈ പറയുന്ന ഒരു ക്ലൈമാക്സിലേക്ക് കൊണ്ടെത്തിച്ചു. പക്ഷേ ബാക്കിയുള്ള പരിപാടികൾ ഓക്കെ ആയിരുന്നു. കൗണ്ടർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തുടക്കത്തിൽ ചെറിയ ചെറിയ സാധനങ്ങളുള്ള ഒരു അഭാവമുണ്ട്. പക്ഷേ എനിക്ക് ആ പോർഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് എത്ര മാർക്ക് കിട്ടുന്നോ അത് ആ പോർഷൻ ഉള്ളതായിരിക്കും. അത് നിങ്ങൾ 3 പേരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു കേട്ടോ. അതില്ല ഒന്നും അതിനകത്തൊന്നും പറയാനില്ല. അത് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. ഓൾ ദി ബെസ്റ്റ് 3 പേർക്ക്. അടിപൊളി. താങ്ക് യു പ്രചോദേട്ടാ. അസിസിക്ക, ദീപു, പ്രദീപ്, ശ്രീജു, എന്തോ സ്കിറ്റ് അടിപൊളിയായിരുന്നു. അടിപൊളി ഞാൻ പറയാൻ കാരണം നിങ്ങളുടെ പെർഫോമൻസ് തന്നെയാണ്. കാരണം ഈ തുടക്കം സബ്ജക്റ്റ് പറഞ്ഞു പോകുന്നതല്ലാതെ അതിനകത്തൊരു കൗണ്ടറായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ നമ്മൾ ദീപ് വന്നതിന് ശേഷമാണ് ഇത് ടേക്ക് ഓഫ് ഭയങ്കരമായിട്ട് കയറിയത്. പ്രചോദേട്ടൻ പറഞ്ഞതുപോലെ ഈ പടം വരയ്ക്കുന്ന ഭാഗങ്ങളിലാണ് നമുക്ക് കുറച്ച് ഹ്യൂമറായിട്ട് നമുക്ക് വന്നത്. പിന്നെ നിങ്ങളുടെ പെർഫോമൻസിൻ്റെ ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. നിങ്ങൾ ഓക്കെയാണ്. അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ. നസീറിക്ക, കൊള്ളായിരുന്നു. പിന്നെ ചിരിയുടെ ചില ഭാഗങ്ങൾ കുറഞ്ഞു പോയതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ പ്രദീപ് സീരിയസ് ആയിപ്പോയി. അതാണ് പറ്റിയത്. പ്രദീപ് ആ മുതലാളിയുടെ ആ ഒരു റേഞ്ച് തന്നെ പിടിച്ചു പോയി. പ്രദീപിൻ്റെ ഒരു കളി ശൈലി ഉണ്ടല്ലോ, ഒരു ക്യാരക്ടർ ഉണ്ട്. ആ ഒരു കളിയിലേക്ക് എത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ മാറ്റം വന്നതാണ്. കാര്യം പ്രദീപ് ആ മേക്കപ്പിലും ആ കോസ്റ്റ്യൂമിലും പക്കാ മുതലാളി തന്നെയായി. പ്രദീപിൻ്റെ അടുത്ത് പ്രത്യേകിച്ച് കൗണ്ടറൊന്നും ആ ഭാഗത്ത് കിട്ടാനില്ലാതായിപ്പോയി. ശ്രീജുവിന് അതിനനുസരിച്ച് ഇങ്ങോട്ട് തരാനും ഇല്ലാതായി. ആ ഏരിയയാണ് നമുക്ക് ഡള്ളായി പോയത്. പിന്നെ ഇങ്ങനെ വരയ്ക്കാൻ ഒരാൾ വരുമെന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ. അത് അടുത്ത ആൾ വരുമ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷ നഷ്ടമായില്ല. അവിടെയാണ് പ്രതീക്ഷ കിട്ടിയത്. ആ ഇടയ്ക്കത്തെ ആ ഒരു പോർഷൻസാണ്. പിന്നെ ക്ലൈമാക്സിൽ പറഞ്ഞ ആ ഒരു സീൻ, ഈ ഇതിലെ മൊത്തം കടബാധ്യത നീ വീട്ടണം എന്ന് പറയുന്ന ആ ഒരു പോർഷനും നമുക്ക് മാറ്റി വെക്കാൻ വരുന്നത്. കാര്യം അതെല്ലാം നമ്മൾ ഒരുപാട് കണ്ടുപോയ സാധനമാണ്. പിന്നെ അഭിനയത്തിൻ്റെ മേന്മ എന്ന് പറയുന്നത് നിങ്ങൾ 3 പേരും നല്ല രീതിയിൽ ചെയ്യാം. പക്ഷേ ആ നല്ല രീതിയിൽ ചെയ്യാനുള്ള ഏരിയകൾ ഈ സ്ക്രിപ്റ്റിൽ കുറഞ്ഞു പോയി. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ കുഴപ്പമില്ലാതെ അങ്ങ് രക്ഷപ്പെട്ടു പോയി എന്നുകൊണ്ട് പറയാൻ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, കാര്യക്കാരൊക്കെ കമന്റ്സ് പറഞ്ഞു. ഇനി നമുക്ക് ഇന്നത്തെ സ്കോർ എത്രയാണ് എന്നറിയാം. നസീറിക്ക് ഇക്ക തന്നെ പറഞ്ഞു. ഞാനൊരു 16,000 രൂപ കൊടുക്കുകയാണ്. 16,000. ഓക്കെ, അസീസിക്ക ഞാനൊരു 18. അപ്പോൾ മൊത്തം 34,000 രൂപയാണ് ഇപ്പോഴത്തെ ടോട്ടൽ. ഇനി മൊത്തത്തിലുള്ള ഫൈനൽ സ്കോർ അറിയാനായിട്ട് നമുക്ക് പ്രചോദേട്ടനിലേക്ക് പോവാം. ചേട്ടാ പിടിച്ചു. 50,000 ആണ് നേടിയിരിക്കുന്നത്. ചേട്ടന്മാരെ കൺഗ്രാചുലേഷൻസ്. അപ്പം വീണ്ടും ഒരുപാട് പഞ്ചസും കൗണ്ടേഴ്സും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. അപ്പൊ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും ഒരുപാട് ചിരിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ കൂടുതൽ ചിരിപ്പിക്കാനായിട്ട് കൂടുതൽ കൗണ്ടറുകളും പഞ്ചുകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം. Till then, this is me, Meenakshi Sudhir, signing off from Flowers Comedy. Good night. Flowers Comedy. ഇതായിട്ടും വേറെ. പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ചാനൽ 24 ഏഷ്യാനെറ്റ് കേബിൾ വിഷനിൽ ചാനൽ നമ്പർ 131 ലഭ്യമാണ്.